ജോർജ് ഓണക്കൂറിൻ്റെ കഥ ദൈവത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നവർ. പുഴയോരത്തെ ഇടിയുന്ന മൺതിട്ടകളിൽ പതറി അല്പം ചെരിഞ്ഞ് ജീർണിച്ച പുരയുടെ മുന്നിൽ നിലനിൽക്കാൻ തുടങ്ങിയത് കാലമേറെ കഴിയും മുൻപ്. യൗവനാരംഭത്തിൽ തന്നെ ശാപഗ്രസ്തമായി തീർന്ന നിർഭാഗ്യം. ഒരമ്മയുടെ വിങ്ങുന്ന മാനസം ഉരുകി ഉരുകി മണ്ണിൽ വീണ് ഭൂമി തപിച്ചു. നട്ടുവളർത്തിയത് ആ അമ്മയാണ്. ചേലത്തുമ്പിൽ പിടിച്ചു വലിച്ച് പിന്നാലെ കൂടുന്ന അരുമ മകനോടൊത്ത് നനച്ചും വളമിട്ടും പരിപോഷിപ്പിച്ചു. വാത്സല്യ നിർഭരമായ കരലാളനങ്ങൾ. വൈശാഖ മാസത്തിൽ പൂവിട്ടു. മോഹനാംഗിയായി നിലകൊണ്ടു. ചാഞ്ഞു തൂങ്ങിയ ചെറുചില്ലകൾ നിറയെ വർണ്ണ മനോഹാരിത. സുഗന്ധവാഹിയായ കാറ്റുവീശി. മഴത്തുള്ളികൾ അന്തരീക്ഷത്തിൽ പറന്നു നടന്നു. ആകാശത്തിൻ്റെ നിറം നീലിമയാർന്നു. സന്ധ്യയുടെ വെളിച്ചം പ്രകൃതിയാകെ പൊൻപ്രഭ ചാർത്തി. എല്ലാം എന്തിനായി? പുഷ്പിണിയായതും ഉണ്ണികൾ വിരിഞ്ഞതും വേദനകൾ ഉണർത്താനോ? യൗവനത്തിൽ കോരിത്തെറിച്ച നാളിൽ തന്നെ വിധിയുടെ ബലിയായി ഭവിക്കുക കാലത്തിൻ്റെ കൊടും ശാപം. ഉമ്മറത്ത് കൊളുത്തിവെച്ച നിലവിളക്കിലെ തിരി നീട്ടി മുറ്റത്തെ തുളസിത്തറയിൽ ദീപം തെളിക്കുകയായിരുന്നു അമ്മ. യൗവനത്തിൻ്റെ സ്വപ്നങ്ങൾ തല്ലിക്കൊഴിച്ച വൈധവ്യം. പച്ചപ്പായൽ പരപ്പിൽ നിന്ന് ചെന്താമരമുഖമുയർത്തിയതേയുള്ളൂ. അപ്പോഴേക്ക് കാലവർഷത്തിൻ്റെ കുത്തൊഴുക്ക്. വേരുകൾ പോലും പറിച്ചെടുത്ത് വലിച്ചെറിയുക. ക്രൂരമായ ഭാഗ്യവിപര്യം. ഒറ്റപ്പെടൽ. ഏകാന്തതയിൽ ആശ്വാസമായി ചെറു പൈതൽ മാത്രം. ആ ഉണ്ണിക്ക് വേണ്ടി അർപ്പിതമായ അമ്മയുടെ ജീവിതം. ഗ്രാമീണതയുടെ നിഷ്കളങ്കതയിൽ ഭാവിയുടെ നേർത്ത വഴികൾ തെളിഞ്ഞു നിന്നു. ആശയുടെ ഒരു കിരണം. അത് ശക്തമായ പ്രകാശമായി തീരണം. എല്ലാ സഹനങ്ങൾക്കും പകരമായി ഒടുവിൽ അമ്മയുടെ പ്രാർത്ഥന. ഉണ്ണി അമ്മയുടെ പുടവത്തുമ്പിൽ തൂങ്ങി നിന്നു. ആ വെണ്മയിൽ അലിഞ്ഞു ചേർന്നു. ഇടത് കൈകൊണ്ട് മകനെ വാരി അണയ്ക്കും. വലതു കരത്തിൽ കൈവിളക്ക്. അതിൽ നിന്ന് തുളസിത്തറയിൽ ദീപം തെളിക്കും. ഒരു പൂവ് വിടരും പോലെയാണ് സൗന്ദര്യം കൺതുറന്നത്. സൗരഭ്യം പരന്നൊഴുകാൻ തുടങ്ങിയത്. ആ നേരത്ത് തന്നെ തന്നിൽ നിന്ന് പിടിച്ചകറ്റിയ താരുണ്യത്തിൻ്റെ മുറിവുകൾ വേദനാ നിർഭരം. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ല. ഒടുവിൽ ജീവന്റെ അവസാന കണികയും വേർപെട്ട് ചൈതന്യരഹിതയായി മരവിച്ച്. അരുത്, തളരാൻ പാടില്ല. വിധിയെ ധീരമായി നേരിടണം. തന്നിൽ പടരുന്ന ജീവലതയെ കാത്തു രക്ഷിക്കണം. കൺമുന്നിൽ ഓടിക്കളിക്കുന്ന ഉണ്ണി കണ്ണിമയ്ക്കാതെ അത് നോക്കി നിൽക്കും. ആ അമ്മയോടൊത്ത് ഉണ്ണിയുടെ കുസൃതികൾ കണ്ടു നിന്ന തൈമാവിൻ്റെ ഹൃദയവും കോരിത്തെരിച്ചു. അത് സന്തോഷങ്ങളുടെ കാലം. ചില്ലകൾ നിറയെ പൂക്കൾ, കുഞ്ഞിക്കായ്കൾ വിരിയാൻ തുടങ്ങി. കാലപ്പകർച്ചയിൽ അവ മാങ്കനികളായി പൊഴിയും. ഉണ്ണിക്ക് ഓടി വന്നെടുക്കാൻ വേണ്ടി. അമ്മമാരുടെ മനസ്സിൽ ആഹ്ലാദം നിറയ്ക്കുന്ന സായംകാലം. അമ്മ തുളസിത്തറയിൽ ദീപം കൊളുത്തുമ്പോൾ ഉണ്ണി ഓടി വന്നെത്തി. ആ സാമീപ്യത്തിൽ തൈമാവിൻ്റെ ചില്ലകൾ താണു. സ്നേഹപൂർവം ചുമലിൽ തലോടി. ഉണ്ണി ഉത്സാഹത്തോടെ പൂങ്കുലകൾ പൊട്ടിച്ചെടുത്തു അമ്മയുടെ അരികിലെത്തി. ആ കാഴ്ചയിൽ അമ്മയ്ക്ക് കോപം വന്നു. തൈമാവിൽ ആദ്യം വിരിഞ്ഞ പൂങ്കുല. അതിൽ കുഞ്ഞിക്കായകൾ കണ്ണു ചിമ്മുന്നു. അതൊടിച്ചു മാറ്റുക പാപമല്ലേ? എന്താ ഉണ്ണി ഇങ്ങനെ? ഉണ്ണിയെപ്പോലെ താൻ പരിപാലിച്ച തേന്മാവ്. അതിൽ നിറയുന്ന കനികൾ ഉണ്ണിക്കുള്ളതാണ്. പാകമാകും മുൻപ് ആ പൂക്കൾ പറിച്ചെടുത്ത് വികൃതി കാട്ടുന്നത് എന്തിന്? ശാസിച്ചു വളർത്താൻ ആരുമില്ലാതെ പോയി. അമ്മയ്ക്ക് മകൻ, മകൻ അമ്മയും. ആ ആശ്രയത്തിലാണ് ഇരുവർക്കും ജീവിതം. അത് നഷ്ടപ്പെട്ടാൽ അവശേഷിക്കുന്ന ആർദ്രതയും അന്യമാകും. ഭൂമി ഊഷരമാകും. മണ്ണ് മണൽക്കാടായി പരിണമിക്കും. ജീവന്റെ നാമ്പുകൾ വാടിക്കരിയും. അത് ദുഃഖകരമാണ്. അമ്മ ധർമ്മസങ്കടത്തിലായി. അച്ഛനില്ലാത്ത കുട്ടി. അവൻ ആശ്രയമായി താൻ ഒരാൾ. പക്ഷെ ലാളനകൾ കൊണ്ട് വഷളാക്കപ്പെടരുത്. തെറ്റുകൾ തിരുത്തണം. ഉണ്ണി, നിന്റെ കുറുമ്പ് കുറച്ച് ഏറുന്നുണ്ട്. എന്തിനാണ് പൂങ്കൽ ഒടിച്ചു കളഞ്ഞത്? ആ കുഞ്ഞിക്കായകൾ മധുരക്കനിയായി മാറാനുള്ളതല്ലേ? പോകും എൻ്റെ മുമ്പിൽ നിന്ന്. അമ്മയുടെ കർക്കശ സ്വരം പരിചിതമല്ല. കണ്ണുകളിൽ വാത്സല്യത്തിന് പകരം കോപത്തിൻ്റെ കനലുകൾ. താൻ ചെയ്യുന്നതെന്തും നോക്കി ആനന്ദിക്കുന്ന ഒരേ ഒരാൾ അമ്മ. തന്നെ തേടുന്ന കണ്ണുകൾ വേറെയില്ല. മറ്റൊരു ഹൃദയവും വാത്സല്യത്തിൽ തുടിക്കുന്നില്ല. ആ അമ്മ മുഖം തിരിച്ചാൽ, ഹൃദയവാതിലുകൾ അടച്ച് അവഗണിച്ചാൽ ഉണ്ണിക്കത് താങ്ങാവുന്നതിലപ്പുറമാണ്. എന്തു ചെയ്യുമ്പോഴും അമ്മയിൽ നിന്ന് അഭിനന്ദനത്തിൻ്റെ ഒരു വാക്ക്, പ്രതീക്ഷ, നോട്ടം ആശ്വാസകരം. എന്നിട്ടാണ് മനസ്സ് കലങ്ങി, മുഖം മങ്ങി,
ചുണ്ടുകൾ വിതുമ്പി. എനിക്കു വേണ്ട ആ മധുരക്കനികൾ, അവ പെറുക്കാൻ ഞാൻ വരില്ല. ഉണ്ണി പൂങ്കുല വലിച്ച് ദൂരെ എറിഞ്ഞു. പ്രതിഷേധഭാവത്തിൽ തിരിഞ്ഞു നടന്നു. ശിശുക്കൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ഭാഷയിലാണോ? അവർക്ക് വെളിപാടിൻ്റെ സ്വരം സ്വന്തമാക്കാനാകുന്നത് എങ്ങനെ? ആദ്യത്തെ കനി പൊഴിയും മുൻപ് അമ്മയുടെ ഓമനയുണ്ണി ജീവിതത്തോട് വിട പറഞ്ഞു. കാലത്തിനപ്പുറത്ത് പരിഭവത്തോടെ ഓടി ഒളിച്ചു. അമ്മ അലമുറയിട്ടു. ആശ്വാസവാക്കുകൾക്കൊന്നും വഴങ്ങിയില്ല. ബന്ധങ്ങൾ ഒന്നൊന്നായി മുറിഞ്ഞു പോകുന്നു. ഈ ഭൂമിയിൽ താൻ ഏകാഗിയാകുന്നു. തീർത്തും അശരണയാകുന്നു. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതം, ഒരു നിഷ്ഫല ജന്മം. ആ ആർത്തനാദം പ്രകൃതിയെ ദുഃഖിതയാക്കി. കാറ്റ് വീർപ്പടക്കി നിന്നു. ആകാശത്തിൻ്റെ നിറം തമോമയമായി. അമ്മയുടെ ഉണ്ണിക്ക് അന്തിമ വിശ്രമസ്ഥാനം ഒരുക്കിയത് തൈമാവിൻ ചുവട്ടിൽ. പൂക്കളും കായ്കളുമില്ലാതെ ചൈതന്യം നഷ്ടപ്പെട്ട് ദുഃഖിതയായി മുഖം കുനിച്ചു. അമ്മയുടെ വേദന ഹൃദയഭേദകമാണ്. ഒരു വാൾ കടന്നു കയറുന്നു. കരൾ പിളർക്കുന്നു. നിലയ്ക്കാത്ത രക്തപ്രവാഹം. അയൽ വീടുകളിൽ കുട്ടികൾ ഒച്ചവെച്ച് ഉല്ലസിക്കുന്നു. ഉയരങ്ങളിൽ വിളഞ്ഞുകിടക്കുന്ന മാങ്കനികൾ ഉതിർത്തു കൊടുക്കുവാൻ കാറ്റിനോട് പ്രാർത്ഥിക്കുന്നു. ശക്തമായ കാറ്റിൽ അവ ഒന്നൊന്നായി ഭൂമിയിൽ പതിക്കുമ്പോൾ ആദ്യം ചെന്നെടുക്കാൻ പരസ്പരം മത്സരം. ആ ദൃശ്യം നോക്കി നിൽക്കവേ അമ്മയുടെ ഹൃദയം നുറുങ്ങി. കണ്ണുകളിൽ ഇരുട്ട് കയറി. ഉണ്ണിയെ താൻ ശപിക്കുകയുണ്ടായോ? മാപ്പ്. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ഉണ്ണി, നീ ഏത് ലോകത്താണ്? ആരുണ്ട് നിനക്കൊരു കൂട്ടിന്? ഈ പാവം അമ്മയെ വിട്ട് നീ ഏകനായി പോയിക്കളഞ്ഞല്ലോ ഉണ്ണി. നീ എവിടെ ഒളിച്ചിരുന്നാലും അമ്മ വിളിച്ചാൽ വിളി കേൾക്കില്ലേ? അരികിൽ വരില്ലേ? അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കില്ലേ? അഥവാ നിന്റെ ലോകത്തേക്ക് അമ്മയെയും കൂട്ടിക്കൊണ്ടു പോകൂ. ഈ ഏകാന്തത ദുസ്സഹമാണ്. അമ്മയ്ക്കിത് താങ്ങാനാവില്ല കുട്ടി. മകൻ്റെ പിഞ്ചുടൽ മറവു ചെയ്ത മൺകൂനയ്ക്ക് മുന്നിൽ അമ്മ മുട്ടുകുത്തി. മുഖം ചേർത്ത് വിങ്ങി വിങ്ങി കരഞ്ഞു. ആ കണ്ണുനീർ ഭൂമിയുടെ ഉള്ളിൽ ഒലിച്ചിറങ്ങി നീറ്റലുണ്ടാക്കി. തൈമാവിൻ്റെ വേരുകൾ ചൂടിൽ എരിഞ്ഞു. ഇല കൊഴിഞ്ഞ് ചില്ലകൾ നഗ്നമായ വിരലുകൾ പോലെ കാണപ്പെട്ടു. പൂക്കളും കായ്കളുമില്ലാതെ ഇരുട്ടിൽ പ്രേതം കണക്കെ. എത്ര വർഷങ്ങൾ! ഭാഗ്യം കെട്ട മരം അപശകുനമായി ഭൂമിയിൽ നിലകൊള്ളുന്നു. അമ്മയുടെ ശാപം എന്നേക്കുമായി ചൈതന്യം ചോർത്തിക്കളഞ്ഞു. ഋതുഭേദങ്ങളുടെ സൗന്ദര്യമില്ലാതെ ഒരു പാഴ്മരം. കാറ്റിൻ്റെ സംഗീതം അതിനെ തൊട്ടുണർത്തിയില്ല. കിളികൾ ചുറ്റിപ്പറന്നു. എന്നിട്ടും ചില്ലകളിൽ വന്നിരിക്കുകയോ കൂടുകൂട്ടുകയോ ചെയ്തില്ല. ഒരു കാട്ടുമുല്ല മാറിൽ പറ്റിച്ചേരാൻ ശ്രമിച്ചു. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ പിൻവാങ്ങി. തേങ്ങലായി ഒഴുകിയ പുഴ കണ്ണുനീർ പകർന്നു നൽകി. ആ നീരൊഴുക്കിൽ കാട്ടുമരമായി നിലകൊണ്ടു. ഇടിയുന്ന മൺതിട്ടകളിൽ പതറി മരണം കാത്തു കഴിയുന്നു. അനാഥമായി തീർന്ന ജന്മം, അനാകർഷകമായി പോയ ജീവിതഗതി. ജീർണിച്ചു കൊണ്ടിരിക്കുന്ന പുരയുടെ ഇരുട്ടിൽ അമ്മയുടെ ദുഃഖം ഘനീഭവിച്ചു. ആരും വിളക്കു കൊളുത്തിയില്ല. ജാലകത്തിൻ്റെ വിടവിലൂടെ അമ്മയുടെ കണ്ണുകൾ എന്തോ തേടി. പുഴയോരത്ത് പതറി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ദൈന്യം ദർശിച്ചിട്ടുണ്ടാകും. ഓർമ്മകളുടെ കുഴിമാടം മെല്ലെ തുറന്നിരിക്കണം. വിധിശാപം പേറി അവഗണനയും ആക്ഷേപങ്ങളും സഹിച്ച് മുഖം കുനിച്ച് ജഡവസ്തുവായി നിലകൊള്ളുന്ന തൈമാവിൻ്റെ പരിണാമത്തിൽ സഹതാപം തോന്നിയിട്ടുണ്ടാകുമോ ഒരു നിമിഷം? വീർപ്പടക്കി നിൽക്കുന്ന വായുവിൽ മരണത്തിൻ്റെ ഗന്ധം. മീനച്ചൂടിൽ ഉണങ്ങി വരണ്ട് ചിതയിലെരിയാൻ കാത്തിരിക്കുന്ന ജന്മങ്ങൾ. പുഴയിലെ നീരോട്ടവും നിലച്ചു. ഭൂമിയുടെ ദുഃഖസ്മൃതിയായി പഴയ പുഴയുടെ ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്നു. കർക്കിടകക്കാറ്റ് വീശി അടിക്കാൻ കാലമായോ? എല്ലാം കടപുഴക്കുന്ന കാലമരുത്തിൻ്റെ കടന്നുവരവ്. മറ്റൊരു മരണം കൂടി സംഭവിക്കേണ്ട വിധി. പുരയുടെ തെക്കുവശത്ത് ചിതയൊരുക്കാൻ പാഴ്മരം വെട്ടിവീഴ്ത്തണം. ഉണങ്ങിയ വിറകുകൾ എളുപ്പത്തിൽ അഗ്നി വിഴുങ്ങിക്കൊള്ളും. ശുഷ്കിച്ച അമ്മയുടെ ജഡത്തോടൊപ്പം ബലിയായി അർപ്പിക്കുക. അങ്ങനെ ശാപവിമുക്തി തേടുക. ചിതയിൽ എരിഞ്ഞടങ്ങുമ്പോഴും ഒരു ചോദ്യം അഗ്നിയായി കത്തി നിൽക്കും. യൗവനത്തിൽ പൂവിട്ടുണർന്നത് തെറ്റായിരുന്നോ? ഒരു കളിക്കുട്ടിയുടെ ഉത്സാഹത്തിന് ഹൃദയം പറിച്ചു കൊടുത്തത് കുറ്റമായിരുന്നോ?